ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും ദിബിനും കൂടെ ടാമ്പിനീസ് പോവാന്ന് ഒരു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനെന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ടാമ്പിനീസ് എത്തി ഗൈസ്. ദിബിൻ്റെ പണ്ടത്തെ ദിബിൻ വിളയാടിയ സ്ഥലം ഗൈസ്. നമ്മൾ ടാമ്പിനീസിലെത്തി ഗൈസ്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഞെക്കണം. ഞെട്ടിച്ചാൽ അവിടെ പച്ച കത്തണം, പച്ച മനുഷ്യൻ വരണം. പച്ച മനുഷ്യൻ വന്നെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഗൈസ്, അവളിത് 5ാമത്തെ പ്രാവശ്യമാണ് ഈ നോക്കൂ, സെഫൂറ ഉണ്ട് ഇവിടെ. പക്ഷെ അമ്മ പോകുന്നില്ല. ബിക്കോസ് കാർണോർമാരായിട്ട് തന്നെ സൗന്ദര്യമുണ്ട്, കോലമുണ്ട്. അപ്പം നമുക്ക് സെഫോറയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അമ്മണി പോവാണ് ഗൈസ്. അമ്മണി തിരിച്ചു വന്നു ഗൈസ്. സന്തോഷമാണ് മൊത്തം ഉള്ളത്, മുഖത്ത് ഫുള്ള് സന്തോഷമാണ്. എന്താണെന്നുള്ളത് അവള് തന്നെ പറയുന്നതായിരിക്കും. അത് കുഴപ്പമില്ല, നാളത്തെ പുലരിക്കായി ഇന്നത്തെ ഒരു വിഷമം. അപ്പൊ മെഡിക്കലിൻ്റെ അവിടെ പോയിട്ട് വന്ന് അത് കഴിഞ്ഞു. ഇനി നമ്മ എൻ്റെ മുടിയെല്ലാം പാറി നിൽക്കണം. ഇനി നമ്മ അവിടെ പോന്നെ അറിയോ? അയ്യോ, ഇവിടെ അല്ലടാ, ഇവിടെ അല്ല. ഭയങ്കര വെയില്, ചൂടെടുത്തിട്ട് കഴിഞ്ഞില്ല. ചൂട് കാഴ്ച വരുന്നു. ഇവനിപ്പോഴേ കറുത്തു പോലും. സൺസ്ക്രീൻ ഇട്ടിട്ടേ അപ്പൊ എവിടെ പോയാലും നമുക്ക് ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടേണ്ട ഒരു സാധനമാണ് ഐ ജ്യൂസ്. ഇവന് ഇവിടെ എത്തുമ്പോൾ വാക്ക് മാറ്റി. ആദ്യം നമ്മങ്ങനെ ടാപ്പാക്കണം. അപ്പം നമ്മളിന്ന് $2 പോകും. അപ്പം ഇവിടെ നമുക്ക് അത്ര പോലെ ജ്യൂസ് ആവുന്നുണ്ടെന്ന് കാണിക്കും. ഇവിടെ നിറച്ച് ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് കണ്ട ഇതേ പോവും. ഓറഞ്ച് തന്നെ പോയിട്ട് ഇതേ ജ്യൂസ് ആവും. സ്ട്രോ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഐ ജ്യൂസ് റെഡി ആയത് കണ്ട നമുക്ക് അനാരെ തുറക്കും. അപ്പോൾ നമ്മൾ ഐ ജ്യൂസ് ഇവിടെ നിന്ന് എടുക്കണം. റെഡി. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. ഷുഗർ കെയിൻ നോർമലി ഇവിടെ ഉണ്ടാറില്ല. നോ ഷുഗർ ആഡഡ്. കരിമ്പൻ ജ്യൂസ് എങ്ങനെ ഉണ്ടാ? അടിപൊളി, സൂപ്പർ. നമുക്ക് 10ാം നമ്പർ ബസ്സിൽ പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. 10ാം നമ്പർ ബസ് കയറണമെങ്കിൽ ഈ വഴിയിൽ കൂടി പോകണം. എത്ര കോയുണ്ട് ഗായ്സ്, കുറെ കോയുണ്ട്. നമ്മ പാരഡൈസ് ബിരിയാണിയിൽ വന്നിന് ഗൈസ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ പൊറോട്ടയും നല്ല മീൻകറിയും കഴിക്കുന്നോ? ഉറക്കം വരുന്ന എനിക്ക്? ഉറക്കം അത്രയില്ല, രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇതൊരു
മഴയത്ത് ഇങ്ങനെ നടക്കുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് ഉണ്ടോന്നൊന്നും അറിയില്ല. ഉണ്ടാ ബസ് പോകുന്നുണ്ടോ? ഓ ബസ് ബൈ. അപ്പൊ നമ്മ ഫുഡ് പാർസൽ വാങ്ങിനി ഗൈസ്. ഫുഡ് പാർസൽ വാങ്ങിച്ച് ഇങ്ങനെ പോന്നു വീട്ടിലേക്ക്. ഇവിടെ ഒരു തടാകമുണ്ട്, ഇവിടെ ഒരു പുഴയുണ്ട്, നല്ല ഒഴുകുന്ന വള്ളത്തില് പറ്റ ചളിയുണ്ട്. പക്ഷെ മീനൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുണ്ട് എന്നാണ് ദിവ്യം പറയുന്നേ, പക്ഷെ അറിയില്ല. നല്ല അടിപൊളി വീട്. വായിന്റെ ഉള്ളിൽ എന്താക്കുന്നത്? അത് ഐലൈനർ ഇട്ടതാ. ഓ ബ്ലഷ് ആയിട്ടുണ്ട് മുഖത്തെല്ലാം. ബ്രഷ് ബ്ലഷ് ബ്ലഷ്. ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അത് കളക്ട് ചെയ്യാനായി അമ്മണി വരും. അപ്പൊ നമ്മ ബസ്സിന് വേണ്ടിട്ട് വെയിറ്റ് ആക്കുന്നു. ബസ് വരാൻ എത്ര സമയമുണ്ട്? 5 minutes. 10 മിനിറ്റ് ഉണ്ട് ബസ് 5 minutes. സോറി 5 മിനിറ്റ്. ഭയങ്കര വെയിൽ ഗൈസ്. അൺഎഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ ബ്ലോഗർ. പിന്നെ 10 പറഞ്ഞപ്പോൾ പുള്ളിക്കാരി 5 അതിലെ നടക്കുമ്പോ 10 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇരുന്നിട്ടായിട്ടും 5 മിനിറ്റ് ആയി. അത് പിന്നെ അങ്ങനെയല്ലേ. ആക്ച്വലി പുള്ളിക്കാരി ഫുള്ള് ടയർഡായി. മാട്ട ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 2 മിനിറ്റ് നടക്കുമ്പോഴേക്ക് ഒക്കെ ഒന്നും കഴിഞ്ഞില്ല അറിയുന്നുണ്ട്. വീഡിയോ എടുത്തടി നമ്മളെ ബസ്. നമ്മളെ ബസ് വന്നു ഗായ്സ്. 118 പുങ്കോൾ ബസ് വന്നു ഗൈസ്. നമ്മ ഇപ്പൊ ഇരിക്കുന്ന പ്രയോറിറ്റി സീറ്റിലാണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. പ്രയോറിറ്റി സീറ്റിൽ ഇരിക്കേണ്ട ആൾക്കാരോ ഒന്നിക്കൽ പ്രഗ്നന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകണം, അല്ലെങ്കിൽ വയ്യാത്ത വയസ്സന്മാരായിരിക്കണം. നമ്മ എണീച്ചിട്ട് കൊടുക്കണം. ഇവിടെ അങ്ങനെ കുറെ സീറ്റ് ഉണ്ട് പ്രയോറിറ്റി. നമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സീറ്റ് എണീക്കേണ്ടി വരും. അവസ്ഥ നമ്മള് അതിനുള്ള അവസ്ഥ ആരെങ്കിലും വരുമ്പത്തേക്ക് എണീക്കുന്നതിന് മുമ്പേ നന്നായിട്ട് എണീച്ചിട്ട് വേറെ സീറ്റിൽ വന്നിട്ട്. അപ്പൊ നമ്മ അങ്ങനെ ബസ്സിൽ വന്നിട്ട് ഇറങ്ങി വീട്ടിൽ പോന്ന്. ക്ഷീണായിപ്പോയി ഗൈസ്, മടുത്തു. പോയിട്ട് ബിരിയാണി തിന്നണേ, അല്ല പോയിട്ട് കിടന്നു പറഞ്ഞിട്ട് പിന്നെ ബിരിയാണി.